നല്ലൊരു കോക്കനട്ട് ദോശയാണ് തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഈനോയോ ബേക്കിംഗ് സോഡയോ കള്ളോ ഈസ്റ്റോ ഒന്നും ചേർക്കുന്നില്ല. ഒന്നും ചേർക്കാതെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള കോക്കനട്ട് ദോശ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. തയ്യാറാക്കാൻ വേണ്ടി 1 കപ്പ് പച്ചരി, 1 ടീസ്പൂൺ ഉലുവ, ഇത് രണ്ടും നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 4-5 മണിക്കൂർ കുതിർത്ത് വെക്കണം. 4-5 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം ഈ അരിയും ഉലുവയും മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് അരക്കപ്പ് ചോറ് നിറച്ചും വേണ്ട, തേങ്ങ അരക്കപ്പ് നിറച്ച് കൊടുക്കണം. ചോറ് കുറച്ചിട്ട് എടുത്താൽ മതി. ഇനി 1/4 ടീസ്പൂൺ ഉപ്പ്, വെള്ളം ഇതുപോലെ കുതിർത്ത് വെച്ച വെള്ളം എടുക്കുക, അല്ലെങ്കിൽ തേങ്ങാ വെള്ളം എടുക്കുക. അരക്കപ്പ് കുതിർത്ത് വെച്ച വെള്ളം ഒഴിച്ചിട്ട് ഇത് നൈസായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ കുതിർത്ത് വെച്ച വെള്ളം തന്നെ ചേർക്കണം അരക്കാൻ. അങ്ങനെയാകുമ്പോൾ ഇത് പെട്ടെന്ന് പൊങ്ങി വരിക. കുതിർത്ത് വെച്ച വെള്ളം അല്ലെങ്കിൽ തേങ്ങ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതുപോലെ നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. അടച്ചു വെക്കുമ്പോൾ ഇതുപോലെ അടച്ചു വെക്കണം. കുറച്ച് തുറന്നിട്ട് അടച്ചു വെച്ചാൽ വേഗത്തിൽ പൊങ്ങി വരും. ഇനി ഇത് 4-5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പൊങ്ങി വന്നിട്ടുണ്ട്. മാവ് കണ്ടില്ല, നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു കട്ടിയിൽ മതി. ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. കട്ടി കൂടുതലാണെങ്കിൽ 1-2 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് ചുട്ടെടുക്കുക. ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഒരു ദോശ തവ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ തടവി കൊടുത്ത് 1 തവി മാവ് കോരി ഒഴിക്കുക. ദോശത്തവ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാവ് കോരി ഒഴിച്ച് ദോശക്കല്ല് നല്ലപോലെ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഇനി ഇത് ഇങ്ങനെ തോട്ട വരും. മുഴുവൻ ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ അതുപോലെ തോട്ട വരുമ്പോൾ നമുക്കിത് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കന്നെ ഇത് വെന്ത് വരും. ഇനി കണ്ടില്ലേ, ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ മറിച്ചിടാം. മുകളിലെല്ലാം വെന്തിട്ട് തന്നെ ഉണ്ട്. ഇങ്ങനെ എണ്ണ തടവാണ്ടും ചുട്ടെടുക്കുക. നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ ഒട്ടും എണ്ണ തടേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ദോശക്കല്ല് നല്ല ടേസ്റ്റാണ്. ഈ ദോശക്കല്ല് ഇതുപോലെയുള്ള ദോശക്കല്ലിൽ ഓടിൻ്റെ ദോശക്കല്ലോ ഇരുമ്പിൻ്റെ ദോശക്കല്ലോ ഉണ്ടാക്കി ചുട്ടെടുക്കുന്ന ടേസ്റ്റ് നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുമ്പോൾ കിട്ടൂല. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കാത്തവർ ഇതുപോലെയല്ല ദോശക്കല്ലിൽ ഉണ്ടാക്കി നോക്കണം. മുഴുവൻ ദോശയും ഇത് ചുട്ടെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ചുട്ടെടുക്കുക, ബാക്കി ഫ്രിഡ്ജിലെടുത്ത് വെക്കാം മാവ്. ഇതുപോലെ കോക്കനട്ട് ദോശ തയ്യാറാക്കി നോക്കാത്തവർ തയ്യാറാക്കി നോക്കണം. ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെയുള്ള ദോശ ഉണ്ടാക്കി കഴിക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നല്ലൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.